ഹായ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വിങ്കാ റോസുകളെല്ലാം 10 ദിവസത്തിന് ശേഷം നമുക്ക് വേര് പിടിച്ചെന്ന് പറയാം. 10 ദിവസമേ ആയുള്ളൂ, അധികം ദിവസമൊന്നും ആയില്ല. ഞാൻ 10 ദിവസത്തിന് ശേഷം കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം നമുക്കിന്ന് ഓരോന്നും ഇളക്കി നോക്കാം, അതിനകത്ത് വേരിറങ്ങിയൊന്നും. ഇങ്ങനെ വെച്ചാൽ വേരിറങ്ങും കേട്ടോ, ഇല്ലെന്നാണ്. ഞാനങ്ങനെ കഴുകി കാണിക്കാം വെള്ളത്തിലിട്ട്. ഇതാണ് വിങ്കാ റോസുകളെല്ലാം. ഇനി നമുക്കിതിനെല്ലാം പറിച്ച് മറ്റൊരിടത്തേക്ക് നടാം. ഇതിനകത്ത് ഇനി എല്ലാം ഒന്നും പെട്ടെന്ന് വേര് പിടിക്കണമെന്നില്ല, ചിലതിനകത്തൊക്കെ മുളച്ച് വരുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട. അപ്പം എന്നാലും അത് ോടെ കട്ട് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ, ആ മുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ മുട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചാലും വാടത്തില്ല. പക്ഷേ സൈസിലൊരു ശകലം വലിപ്പം കുറവുണ്ടെന്നേ ഉള്ളൂ, കാരണം ഇതിന് വേര് പിടിച്ച് തുടങ്ങിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടല്ല. ഇതിന് വേര് പിടിച്ച് കഴിയുമ്പോൾ ഈ പൂ ഇച്ചിരി കൂടെ വലുതാവും. അതായത് അതിപ്പം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ ഇതിപ്പം ഒരു ചെടിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നതിന് മുമ്പുള്ള ഒരു ചെടിയിൽ നിന്നുള്ള പൂവാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത പൂവ്. അപ്പം ഇതിനകത്ത് ഇച്ചിരി ഒരു ചെറിയൊരു സൈസിൻ്റെ വ്യത്യാസം കാണും, അതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് വേര് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ വലിയ പൂക്കൾ ഇത്രയും തന്നെ പൂ സെയിം തന്നെ വരും. റോസുകളെയൊക്കെ മറ്റൊരിടത്തേക്ക് പറിച്ച് നടുകയാണ്. അങ്ങനെ തന്നെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. ഇനി അടുത്തത് ഫ്ലവറുകളെല്ലാം പോയി പോയി അച്ഛനൊരു പോയി 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 ൊട്ടുണ്ടായി പൂവിൽ ണ്ടപ്പം എന്നെ കുളകിയാൽ പെട്ടല്ലേ അടുത്ത കുരുവി കുരുവി കുരുവിക്ക് കരുവി കുരുവി കരുവി ഒരുമല കുരുവി അടുക്കള കുരുവി കുരുവി കുരുവിക്ക് കരുവി